എന്നാതാന്നാ നീ പറയണേ? എന്താടാ എന്താണ്ട് രാവിലെ ബഹളം? എന്താടാ ശരപ്പ നീ ബെസർക്കണത്? വേർക്കാൻ പോണത് ഞാനല്ല, നിങ്ങളാ. ഞമ്മളാ? ഇക്ക 1 ലക്ഷം കടം മേടിച്ച നെല്ലിക്കടനില്ലേ, അങ്ങേര് കാശ് തിരിച്ചു മേടിക്കാനേ ബോംബെ ദാദാനെ വരുത്തിരിക്കണു. ബാധയല്ല ദാദാ, അവരിപ്പെങ്ങെത്തും. പടച്ചോനെ ചതിച്ച. നിങ്ങൾ ഇതെങ്ങോടാ മനുഷ്യ? പിള്ളേരെ രക്ഷിക്കാൻ നോക്ക്. അപ്പൊ ഞമ്മളാരെ രക്ഷിക്കും? പിള്ളേരെ വിളിച്ചെല്ലാരും അങ്ങോട്ട് അവിലും കഞ്ഞിയും വെച്ച പോലെ ഉണ്ട്. കബീർ, മക്കാറ്, ശുക്കൂർ, ദിവഞ്ഞമ്പര്. അത് നമ്മുടെ പുള്ളിയല്ല, അതിനെ പിടിച്ച് പുറത്തോട്ട് അങ്ങോട്ട് പോടാ. ഇതെല്ലാം ഒരേ ഷേപ്പല്ല രാമിന. അത് നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ. അത് ഇവളറിഞ്ഞ ഈ പിള്ളേരെ പറഞ്ഞാലും കേൾക്കൂല. ചെയ്താങ്ങള് നമ്മളെ മയ്യത്താക്കൂന്ന തോന്നുന്നു. നീ അങ്ങോട്ടാ പോരണേ? വേറെ ബീരാനാ? ആകെ ഒരു ബീരാനേ വീട്ടിലുള്ളൂ, അതായത് ഞമ്മടെ കെട്ടിയോൻ പിള്ളേരുടെ വാപ്പ. ഞമ്മടെ കെട്ടിയോൻ ബീരാനാ. അതറിഞ്ഞില്ലേ? അങ്ങനെ കഴിഞ്ഞ ആഴ്ച മരിച്ചു. അല്ല, ഒളിച്ചിരിപ്പില്ല. അള്ളാണ്. അപ്പൊ വേണി സംശയം ഉണ്ടെങ്കിൽ പോയി നോച്ചോ. മര്യാദക്ക് പറയുന്ന നിനക്ക് നല്ലത്. പറയടി, പറയാൻ. കളയല്ല, പഴത്തിനൊക്കെ കൊടുക്കത്ത വില. പടച്ചോനെ, ഓള് ഞമ്മളെ കൊലക്ക് കൊടുത്തല്ല. എടുക്കണോ കാശ്? അല്ലാണ് ഞമ്മടെ കയ്യിലില്ല. 24 മണിക്കൂർ സമയം തരുന്നു. 24 hours. അതിനു മുമ്പ് നെല്ലിക്കടമാരുടെ കാശ് കൊടുത്തില്ലെങ്കിൽ കൊടുത്തോളാവേ. അങ്ങനെ പോ. അല്ല, അത് പോയ आज का कौन बनेगा करोड़पति का यही शो पे हम आप सबको स्वागत करता हूं। आज हमारे साथ खेलने के लिए केरल का मशहूर औरत आ चुका है। वो औरत को हिंदी नहीं आता, इसलिए आज का एपिसोड में मैं मलयालम में बात करेगा आपके लिए. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത് ആമിന TAT. താലിയ വെൽക്കം. വൈഡി. നമസ്കാർ. ആമിന TAT. You are from Tata family? ഞമ്മള് ടാറ്റ ഒന്നും അല്ല മക്കളെ, ഞമ്മള് ടാറ്റ ഫാമിലി പെട്ടതാ. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ബച്ചോൻ പേര് വന്നേ? बहुत बड़ा कहानी. സോറി, I mean വലിയ കഥയാണ്. മനസ്സിലായി. ഒരു കാലത്ത് എന്റെ കുടുംബം വലിയ കടം കയറി മുടിഞ്ഞപ്പോ കാശിനാവശ്യം വരുമ്പോ അമ്മയുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് അങ്ങനെ വെച്ച് നാട്ടുകാരെന്നെ ബച്ചൻ എന്ന് വിളിക്കാം. അത് അലക്കി. അങ്ങനെയാണ് ഈ ഇരിക്കണ നമ്മുടെ കെട്ടിയോന് മുടിഞ്ഞോന്ന് പേര് പറഞ്ഞല്ലോ. അതെന്താ കാരണം? അതെന്താ കാരണം എന്നാ, ഞമ്മക്ക് 150 പവന്റെ ആഭരണം ഉണ്ടായിരുന്നു, അത് മുഴുവൻ പിച്ചു മുടിച്ചു. 3 കറവപ്പശു ഉണ്ടായിരുന്നു, അതിനെയും പിച്ചു മുടിച്ചു. നാട്ടിലുള്ള സകലമായ ആളുകളുടെ അടുത്തും കടം മേടിച്ചു. നമ്മുടെ ഭർത്താവിന്റെ കാര്യം തന്നെയാണ് ഈ പറയണേ. അവസാനം മുടിക്കല് പോയി വീടും വെച്ചു.
പിന്നെ ഇങ്ങനെ മുടിഞ്ഞോന്നല്ലാതെ പിന്നെ എന്താ വിളിക്കണ്ടേ? പടച്ചോനെ, ഓള് ഞമ്മളെ നാറ്റിക്കുമല്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ചായക്കട ഉണ്ടായിരുന്നു. ചായക്കട മീൻസ് മീൽസ് മാത്രമല്ല, ബോണ്ട, ബോളി, പഴംപൊരി, പരിപ്പുവട, കൊയലപ്പം. വെരി ഗുഡ്. ജീവിക്കാനോ ധാരാളം മതിയല്ലോ. പിന്നെന്ത് സംഭവിച്ചു? എന്റെ ബച്ചോനെ നാട്ടുകാരെ കൊണ്ട് സഹിക്കാം, നമ്മുടെ ഈ വീട്ടുകാരല്ലേ സഹിക്കാൻ പറ്റാത്തത്. അലാക്കിന്റെ ഔലും കഞ്ഞി ആക്കി കളഞ്ഞില്ല. ഇനി ബൈറ്റാട്ടിയുടെ തകരാറ് കൊണ്ട് കൊച്ചു പെണ്ണായി പോയെന്ന് പറയണ്ട. ഊണ് റെഡി. 100 ആളുകൾക്കല്ല, റോഡ് റെഡി. അല്ല എടാടാ, എടാ തിന്ന് തീർക്കല്ലടാ, എടാ അത് വിറ്റ് കാശാക്കാനാണ്. അല്ല ഹമുക്കുകൾ പോടാ, ഓടാ ഓടാ. അല്ല എല്ലാം തിന്ന് തീർത്ത ഹമുക്കുകൾ. എടാ പയത്തുള്ളികൾ തന്നേച്ച് പോടാ. മയ്യത്തായ ചോറ് തിന്ന് തീർത്ത സ്ഥിതിക്ക് ഇന്ന് കട മുടക്കാം. അങ്ങനെ ഇനി എന്താ വൈന്നോർത്ത് ഞാനിങ്ങനെ ഒരു ഗത്യന്തരം ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ ഓൻ പറഞ്ഞു ഇവിടെ പൈസ കിട്ടുമെന്ന്. ഓക്കെ അമന താത്ത, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ 10,000 rupees കിട്ടും. മോനെ അൻസാര ഇങ്ങ് വന്നേടാ. നീ പറഞ്ഞാലേ പൈസ കിട്ടുള്ളൂ. എന്താക്കാ നിയമങ്ങളാ? അൻസാറിനെ ആൻസർ ഉത്തരം പറഞ്ഞാൽ പ്രൈസ് ഉറപ്പ്. എന്നാ ചോദിക്കൂ മോനെ വെച്ചോനെ. ഓക്കെ. കാക്ക. കാക്ക എന്ന് പറഞ്ഞാല് അമീദ് കാക്കായാണോ, അസം കാക്കായാണോ, ഉമ്മർ കാക്കായാണോ? പിന്നെ ആ കാക്കയല്ല, പറന്നു നടക്കണ കാക്ക. കാക്ക. ഓ കാക്ക കാക്ക എന്നും പറഞ്ഞ് ആ ഒയ് കാക്ക ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഏത് ഇംഗ്ലീഷ് അക്ഷരത്തിലാണ്? പറയൂ. പടശോന്, ഇതൊരു ഓഞ്ഞ ചോദ്യമായി പോയില്ല. ആലുവക്ക് പോയിട്ട് എനിക്കിപ്പോ എന്താ നേട്ടം? ഞങ്ങളുടെ നാട്ടില് ഇംഗ്ലീഷ് അക്ഷരത്തിലൊന്നും അല്ല കാക്ക ഇരിക്കണേ, കണ്ട എച്ചില്ലാണ്. എന്തിലിരിക്കുന്ന പറഞ്ഞേ? എച്ചില്. കറക്റ്റ്. കമ്പ്യൂട്ടർ ജി താത്ത പറഞ്ഞിരിക്കുന്നു എച്ചിൽ. ആൻസർ സഹി. യെസ്. കറക്റ്റ്. വെരി ഗുഡ്. ആപ്കാ ആൻസർ ബിൽക്കുൽ സഹി. നിങ്ങളുടെ ആൻസർ ശരിയാണ്. ഇംഗ്ലീഷ് അക്ഷരമായ എച്ചിലിരിക്കാനാണ് കാക്കയ്ക്ക് ഏറെ ഇഷ്ടം. ആമിന താത്തക്ക് ലഭിക്കുന്നു 10,000 രൂപ. ഹലോ മമ്മദാണ്, ഇത് ബീരാനാണ്. നിനക്ക് തരാനുള്ള 10,000 രൂപ ഉണ്ടല്ലോ. കൂടാനുള്ള ശൈത്താന് കാശ് നാളെ വന്ന് മേടിച്ചു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്നാ ശരി, വെച്ചേക്കട്ടെ. ഹലോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല. എന്റെ പൊന്ന അമീത് വെച്ചാല് വലിയ ഉപകാരം കേട്ടോ, വലിയ ഉപകാരം. ബസ്സാ? അപ്പൊ ബസ്സിൽ കിടന്ന കാര്യം നിങ്ങൾ അറിഞ്ഞ? ഞാൻ പറഞ്ഞുതരാം. ബസ്സിൽ നടന്നത് വലിയൊരു അക്രമ. നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ. അല്ല ചേട്ടാ, ഈ വണ്ടി എവിടെയൊക്കെ നിർത്തും? ഈ വണ്ടിയാ അപ്പമ്പടിയിൽ നിർത്തും, ജീവാറിന്റെ മുമ്പിൽ നിർത്തും, വാറ്റുവാസുവിന്റെ അവിടെ നിർത്തും, കഞ്ചാവുട്ടപ്പന്റെ പെട്ടിക്കടയുടെ മുമ്പിൽ നിർത്തും, പിന്നെ നമ്മുടെ ചങ്ങാവിന്റെ വീടിന്റെ എന്തൊക്കെയാണ് ഈ പറയണത്? പിന്നെ എനിക്കറിയാവുന്ന സ്റ്റോപ്പല്ലേ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങളെന്തിനാ ഇതൊക്കെ അന്വേഷിക്കണം? ഞാനാണല്ലോ ബസ്സിന്റെ ഡ്രൈവർ. ഇവൻ ഡ്രൈവർ ആകുമ്പോ ഞാൻ കിളിയായിരിക്കും. വെളുത്തൊരു പുക പോലെ. ചേട്ടാ പോരുന്നുണ്ടോ? ബസ്സിലെടുക്കാൻ പോവാ. ബസ് എടുക്കാൻ നീ ആര്? അനുമാലിന്റെ അളിയനാ? അതല്ല ചേട്ടാ, ബസ് എടുക്കാൻ പോവാന്ന്. ഓ അങ്ങനെ പറ ചേട്ടൻ. കേറിക്കൊള്ളാട്ടോ, മിടുക്ക. പടി എവിടെ ഇതിന്റെ? ോളാം. ഒരേ കൽമണം കുടിച്ചോട്ടും കൂടെ കേറി ശൈത്താൻ തമ്പി പിടിക്കാൻ പറ്റും.
വെറുതെ അല്ല ഈ കിളികൾ ഇങ്ങനെ കമ്പിപ്പോ തൂക്കി കിടക്കണത്. ഇപ്പോഴായിട്ട് കുട്ടൻസ് പിടിയിട്ടത്. പച്ചപ്പഴങ്കിളിത്തത്തെ നിന്റെ ചിത്തത്തിലാരാ. ചേട്ടാ ഡോറൊന്ന് കയറി കേട്ടാ, പറഞ്ഞാലും മനസ്സിലാവും. ഇങ്ങോട്ട് കയറിക്കോ. ആരാ പണിയടിച്ചേ? ഇവന് ഇളക്കി പറിച്ചെടുപ്പ്. മണി വലിയ സിനിമാടനൊക്കെ ആയിരിക്കും. മണിയുടെ വള്ളിമ പിടിക്കണമെങ്കിൽ എന്റെ പട്ട് വരും. ആ മണി അല്ലടാ, ഈ മണിയുടെ കാര്യടാ കെണി പറഞ്ഞത്. പൊന്നിയേട്ടാ ഇങ്ങോട്ട് കേറി ജോലി ഉണ്ടാക്കാം. പിന്നെ അടിച്ചു മണിയിലോട്ട് കെട്ടി തൂങ്ങണ. പിന്നെ അടിക്കുന്നു. വള്ളി ഇവിടെ തൂക്കിട്ട് കാലൻ അല്ല കാലൻ കൊടയായിട്ട് വരും. ആ കൊടയും കന്നേരം ഞാൻ പിടിച്ചോളാം. ഇനി ധൈര്യമായിട്ട് പോക്കോ. എന്നാ പോകാം. കാല് പിട, എന്റെ കാല് പിടിക്കണ്ട കുഞ്ഞാട്ടി. എന്റെ ചങ്ക് തകർത്ത് കളഞ്ഞല്ലോ നീ. അച്ഛൻ ഇങ്ങനെ കുത്തുകൊള്ളാൻ നടക്കണേ വെള്ളക്കുപ്പായ ഇട്ടിട്ട്. എന്ത് പരിപാടിയാണ് മകനെ നീ കാണിക്കുന്നത്? എന്തിനാ അയാളെ തല്ലാൻ പോണേ? അവിടെ ഈ കുഞ്ഞാടിനെ കണ്ട് തോറ്റല്ലോ കർത്താവേ. ഒടുക്കത്തെ കൊട നിന്റെ. എന്റെ ഉള്ളിൽ വാറ്റാണ് പച്ചത്തത്തെ. അടി കർത്താവേ, എന്താണ് ഈ കാണുന്നത്? എന്നെ പരീക്ഷിക്കരുതേ. വേണ്ട കുഞ്ഞാട്ടി, ഇരുന്നോളൂ. കർത്താവേ, ഈ പ്രൈവറ്റ് ബസ്സിലും പീഡനമോ? ഇരിക്കൂ കുഞ്ഞാട്ടെ, അവിടെ ഇരിക്കൂ. ഇരുന്ന് സമാധാനത്തോടെ യാത്ര ചെയ്യും. ഇരുന്നോളൂ. ഞാൻ ചെയ്തത് തെറ്റായി പോയച്ചോ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിനക്ക് കുമ്പസാരമല്ല, കൂമ്പിനിടിയാണ് വേണ്ടത്. സോറി അച്ചോ, ഒരു 4000 സോറി. ഒരു 4000 സോറി. 4000 പവനുരുകും നിന്റെ മേനിയിൽ. ഒരു നല്ല കസക് നേരിയതാവാൻ ഞാൻ കൊതിച്ചുപോയി. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും? നമ്പർ 2 വരെ ആശ തീരും. അച്ഛന് ചിരിയുണ്ടാ? ഒന്നുകിൽ അച്ഛൻ അപ്പുറത്ത്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്ത്. ഇതെങ്ങടെ പോണത്? താനിതുവരെ ഇറങ്ങില്ലേ? 3 രൂപ 50 പൈസക്ക് ടിക്കറ്റ് എടുത്തിട്ട് 650 യാത്ര ചെയ്തോളൂ. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ 100 പ്രാവശ്യമായിട്ട് എഴുന്നേക്കുക. ഇങ്ങനെ വിട്ടിട്ട് വേണ്ടേ ഇറങ്ങാൻ? ഇരിക്കട കുഞ്ഞാടെ പറഞ്ഞു പിടിച്ചിരുത്തുമല്ലേ? കാണിക്കല്ലേ? എന്തായി കാണിക്കണേ? ഇത് കൊള്ളണ്ടത്. ഞാൻ കുറച്ചേരം ഇവിടെ കിടക്കും. കറക്റ്റ് സ്ഥലത്താവുന്നു വീണത്. ഈ ലഗേജ് എടുത്ത് മാറ്റടാ. ഈ ലഗേജ് എടുത്ത് മാറ്റാ. എല്ലാവരും താത്താക്കൊരു ക്ലാപ്പ് കൊടുക്കും. എന്താ പറഞ്ഞ ക്ലാപ്പാ? ക്ലാപ്പ്. അല്ല, വീട്ടിൽ തങ്ങില്ലാതെ ഞമ്മക്ക് എന്തിനാണ് ക്ലാപ്പ്? അതെ, ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ ചോദ്യം ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ ആപ്കോ മിലേഗാ. അപ്പോ മീനൊന്നും വേണ്ട, കാശിടുന്ന ചോദ്യം ചോദിക്കും.
യെസ്, 50,000 രൂപ ക്യാഷ് നിങ്ങൾക്ക് കിട്ടും. ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അല്ല അപ്പ ചാപ്പട്ടിക്ക് ഓർഡർ ചെയ്താ? ക്വസ്റ്റ്യൻ. ഒരു ആക്സിഡന്റ്, ഒരാളുടെ കണ്ണിന് സാരമായ പരിക്ക് പറ്റി. എന്ത് ലെൻസാണ് അപ്പോൾ ആവശ്യം? എന്റെ മോനെ, ഈ സമയത്ത് ഇതൊന്നും അല്ല വേണ്ടത്. ഒരു മനുഷ്യൻ അപകടം പറ്റി കിടക്കുമ്പോ ഉടനെ ആംബുലൻസ് വിളിക്കണം. എന്ത് ലെൻസ് ആണെന്നാ പറഞ്ഞത്? ആംബുലൻസ്. ആംബുലൻസ്. യെസ് കമ്പ്യൂട്ടർ ജി, ആംബുലൻസ് ഈസ് ദ കറക്റ്റ് ആൻസർ. आपका जवाब सही है. आपको मिलेगा 50,000 रुपीस. എന്ന് പറഞ്ഞാ 50,000 രൂപ. പിന്നെ കിട്ടി പൈസ. ഹലോ, അന്തപ്പനല്ലേ? നിനക്ക് തരാനുള്ള 35,000 രൂപ പലിശയും നാളെ തന്നെ എത്തിക്കാം. സത്യമാണെന്നാ നീ ധൈര്യമായിട്ടുള്ള ഹിമാറെ. തുള്ളിക്കോ. അന്തപ്പനെ അറിയില്ല? ഇത്രയും പ്രായമായിട്ട് നിങ്ങൾക്ക് അന്തപ്പനെ അറിയില്ല? അവനെ അവന്റെ കൂട്ടുകാരനെ അറിയേണ്ട പാർട്ടിയാ. തങ്കപ്പനാശാനും അന്തപ്പനാശാനും പിരിയാത്തൊരു കൂട്ടുകാരാ. എന്നും പുലർകാലേ സൂര്യനുദിച്ചാൽ ഇവരൊത്തു കൂടുമുറപ്പാ. പോകും ഷാപ്പിലേക്ക് മോന്തും ഹാപ്പിയാകും. പിന്നെ കൈക്കാശ് മൊത്തത്തിൽ തീരുമ്പോൾ ഇവർ പലിശക്ക് കാശെടുക്കും, കള്ളു മൊത്തം വീശും. അന്തപ്പനാശാനും നമ്മുടെ തങ്കപ്പനാശാനും നൈബേഴ്സ കൂട്ടുകാരാ. ഇവർ പിരിയാത്തൊരു കൂട്ടുകാരാ. ചന്തയിൽ വന്നൊരു ദാദാ വെല്ലുവിളിക്കും നേരം തങ്കപ്പനെത്തിടുന്നു, പിന്നാലെ അന്തപ്പനെത്തിടുന്നു. തങ്കപ്പൻ പൊക്കിയെടുത്തു, അന്തപ്പൻ കൂമ്പിനിടിച്ചു. ദാദ കരഞ്ഞുവല്ലോ, അയ്യോ ഓടി മറഞ്ഞുവല്ലോ. കൊട്ടേഷൻകാരാണേ ഇവരിപ്പോ നാട്ടിൽ സ്റ്റാറാണേ. റോട്ടിലിറങ്ങിയെന്നാൽ പെണ്ണുങ്ങൾ വീട്ടിൽ ഒളിച്ചിരിക്കും. എന്നും ഈ വർഷാപ്പിന്റെ സ്വത്താണ്, നാടിന് മുത്താണ്. തങ്കപ്പനാശാനും അന്തപ്പനാശാനും പിരിയാത്തൊരു കൂട്ടുകാരാ. ഇണ പിരിയാത്തൊരു കൂട്ടുകാരാ. തങ്കപ്പൻ വാങ്ങിയ ഫുള്ള് അന്തപ്പൻ ഓസിയെടുത്ത് ഒറ്റക്കടിച്ചുവല്ലോ. അന്തപ്പൻ നിപ്പനടിച്ചുവല്ലോ. തങ്കപ്പൻ തപ്പി നടന്നു, അന്തപ്പൻ ആർത്തു ചിരിച്ചു. ആടി നടന്നിടുന്നു, അന്തപ്പൻ വട്ടം ചാട്ടിടുന്നു. കാര്യം മനസ്സിലായി, തങ്കപ്പന് രോഗം മനസ്സിലായി. ഓടിയടുത്ത് ചെന്ന് അന്തപ്പനെ വട്ടം പിടിച്ചു വെച്ചു. ഇവർ രണ്ടും തമ്മിൽ
തല്ലായി. തങ്കപ്പനാശാനും അപ്പുറത്തെ അന്തപ്പനാശാനും ഇപ്പൊ കണ്ടാലോ തല്ലുമുറപ്പ. നാട്ടുകാരോ ഇത് കണ്ട് മടുത്തു, ചില നേരം കൊണ്ട് മടുത്തു. നാട്ടാർ സംഘടിച്ചു പിന്നെ കാത്തിരുന്നു, ഇവർ രണ്ടും തമ്മിൽ തല്ല് കൂടുമ്പോൾ അവർ കുറുവടിയും കൊണ്ടുവന്ന് രണ്ടിനെയും പൂശി. തങ്കപ്പനാശാനും അന്തപ്പനാശാനും പിരിയാത്ത കൂട്ടുകാരാ. ഇനിയൊരിക്കലും കുടിക്കത്തില്ലെന്ന് അവർ രണ്ടും ഒത്തു പറഞ്ഞു. അവർ സത്യമിട്ട് കൊണ്ട് പറഞ്ഞു. വെൽക്കം ബാക്ക്. അല്ല, നമ്മുടെ വാക്ക് വലിയ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ബസ്സിൽ വീണതാണേ. അതല്ല, വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞാൽ സ്വാഗതം. സ്വാഗതം. യെസ്. അടുത്ത ചോദ്യം. ചോദ്യം എളുപ്പാക്കി തരണേ. അടുത്ത ചോദ്യം താത്ത കേട്ടുകൊള്ളൂ. ചോദ്യം ഇതാണ്: നമ്മൾ ദേഷ്യം വരുമ്പോൾ പെൺകുട്ടികൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ ഏത്? ഇതെന്താ ഇടങ്ങേറി ചോദ്യ? ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. അല്ല, ഇത് ചതിച്ചല്ല മോനെ. ഇതിനെന്തുത്തരം പറയും? വല്ല പിടിയുണ്ട? ഈ പിള്ളേരുടെ കരച്ചിലാണ്. ഭർത്താവിനോട് ചോദിക്കും. ഫാസ്റ്റ് സ്കൂളിന്റെ പടിവാതിൽ പോലും കയറാത്ത മനുഷ്യനാണ്. അങ്ങേരോട് മുണ്ടല്ലേ മുള്ളേര് आपने क्या बोला? डीना. डी डी. कंप्यूटर जी ताता बोलता है डी. हाँ. आपका जवाब बिल्कुल सही है. आपको मिलेगा 1 लाख रुपया. 1 ലക്ഷം രൂപ താത്താക്ക് ലഭിച്ചിരിക്കുന്നു. ഹലോ, നെല്ലിക്കാടനല്ലേ? ബീരാനാണ്. അതെ, നിന്റെ ദാതനോട് പൊക്കോളാൻ പറ. നാളെ 5 മണിക്ക് മുമ്പ് കായ അവിടെ എത്തിച്ചേക്കാം. കാശ് എവിടെ നിന്ന് കിട്ടുമല്ല? നീ അപ്പം തിന്നാ മതി, കുയ്യ എന്നണ്ട. ബീരാനോടാണ്. താത്ത, നമ്മുടെ പ്രൊഡ്യൂസർ വന്ന് താത്തയ്ക്ക് 1 ലക്ഷം രൂപയുടെ ചെക്ക് തരുന്നതാണ്. കൺഗ്രാറ്റുലേഷൻ സാമ്രാ താത്ത. ഇപ്പോൾ എന്ത് തോന്നുന്നു? ബച്ചനോട് എനിക്ക് അടുത്ത ചോദ്യം. ഈ കമ്പ്യൂട്ടറിന് എന്തിന്റെ സൂക്കേടാ? പ്രൊഡ്യൂസർ കാശുള്ള കുടുംബത്തിലെ പയ്യനാന്ന് തോന്നണല്ലേ? എന്റെ സിനിമ ബ്ലാക്കിന്റെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അതൊക്കെ പോട്ടെ, ബ്ലാക്ക് സിനിമ കണ്ടിരുന്നോ താത്ത? ബ്ലാക്ക് കാണാൻ പറ്റില്ല മോനെ. അതെന്ത് പറ്റി? വഴിയിലൊക്കെ ഒടുക്കത്തെ ബ്ലോക്കല്ലേ? പോണ വഴിക്ക് മുഴുവൻ ബ്ലോക്ക്. ഈ കേരളത്തിലെ കുറെ വനിതകൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുമല്ലേ വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാണ്ടിരിക്കും. ഓ, എന്തുവാ ഇത്? ഒന്ന് സുന്ദരി അവനെ സമ്മതിക്കില്ലെന്ന് വെച്ചാ. അല്ല, ഈ കൈയൊക്കെ ലാത്തി പിടിച്ച് ഞവണിക്ക പോലെയായിട്ടാ. എന്താണ് രേഖയുടെ ഒക്കെ ഒരു കിടപ്പ്? ഇത് രേഖയില്ലേ? രേഖ ഉണ്ടല്ലോ. ഇതൊക്കെ ട്രെയിനിങ്ങിന് മുമ്പ് കൊറേ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. കുളമാക്കല്ലേ? എന്താ എന്താ? പോയിക്കോ. ഞാനൊന്ന് മേക്കപ്പ് എന്റെ മേക്കപ്പ് ഇട്ട് കളിക്കരുത്. ഞാൻ തൊട്ടാൽ നിന്റെ മേക്കപ്പ് ഒന്ന് പോകാൻ പോകുന്നു. നിനക്ക് മേക്കപ്പ് ഒന്നുമില്ല. ഈ വള അസല് വളയല്ല. ഇത് വളയല്ല, വാച്ച. വാച്ചല്ല, ഇതാണ് വള. ഇത് വാച്ച. ഇത് വാച്ചാണ്. ഇത് കണ്ട, ഇത് വള അസല് വള. എന്തേ?
ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കം കം. എന്താ സാർ? തനിക്കെന്താ ഇവിടെ കാര്യം? വെറുതെ. താൻ പോയി എസ് ഐ കൃഷ്ണചന്ദ്രൻ സ്റ്റേഷനിലുണ്ടോ നോക്കിട്ട് വരൂ. കൃഷ്ണേന്ദ്രനാ? പുലി 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 കൃഷ്ണചന്ദ്രൻ സ്റ്റേഷനിലുണ്ടോ നോക്കിട്ട് വരൂ. പുലിയാ? ഈ തോകല് പിടിച്ചേ. പണ്ടാരക്കാലൻ ഒരു വനിതാ പരേഡ് കാണാന്ന് വെച്ചാൽ നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോലടാ. എന്താണോ? ഒന്നുമില്ല, പോണെന്ന് പറയണെന്ന്. ഇവിടെ നിൽക്കുന്ന ഞാൻ സ്റ്റേഷനിലുണ്ടെന്ന് നോക്കാൻ പോയിരിക്കുക. അതെ, മതി 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 മതി, ചിരിയൊക്കെ മതി. നമുക്ക് ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. ഡിപ്പാർട്ട്മെന്റിൽ ഞാനൊരു പുലിയാണ്, സിംഹമാണ്, അങ്ങനെ ഒരുപാട് അതാണ് ഇതാണെന്നൊക്കെ ടാക്കുകളുണ്ട്. ശരിയാണ്, ഞാനൊരു ഭയങ്കര ക്രൂരനാണ്. പക്ഷേ ലേഡീസിന് ഞാൻ വളരെ ലിബറലാണ്. എങ്ങനെ എങ്ങനെ ലിബറൽ. നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, പറയാം, ഞാൻ ആൻസർ ചെയ്യും. അതാണ് ഞാൻ. ഓക്കെ ഓക്കെ, ട്രെയിനിങ് തുടങ്ങാം. ആദ്യമായി പരേഡ്. എന്താണ് ഈ പരേഡ്? എന്തിനാണ് ഈ പരേഡ്? പറയൂ. അറിയില്ല സാർ. ഇവിടെ അറിയില്ല സാർ. അറിയില്ല. അറിയില്ല? അപ്പൊ ആർക്കും അറിയില്ല. ഒരു പരേഡ് എന്തിനാണെന്ന് വെച്ചാൽ ക്രിമിനൽസിനെ ഓടിച്ചിട്ട് പിടിക്കാൻ, വേണ്ടി വന്നാൽ അവരുമായിട്ടൊരു മൽപ്പിടുത്തം നടത്താൻ. ഓക്കെ, ഇനി അതുമല്ലെങ്കിൽ നമുക്ക് സ്വയം ഓടി രക്ഷപ്പെടാം. അതിനു വേണ്ടിയാണ് പരേഡ്. അതിനുള്ള സ്റ്റാമിന കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പരേഡ്. ഓക്കെ, പരേഡ് അതായത് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഒന്ന് നടക്കൂ, നടന്ന് കാണിക്കൂ. അതെ, എങ്ങനെയുണ്ടായിരുന്നു സാർ? നന്നായിരുന്നു. പക്ഷേ പോലീസിൽ ഇത് വേണ്ട. മനസ്സിലായില്ലേ? ഇങ്ങനെ നടന്നാൽ ക്രിമിനൽസിനെ പിടിക്കാൻ നിങ്ങൾ അവരുടെ പുറകെ നടക്കേണ്ടി വരില്ല. അവരിങ്ങനെ നിങ്ങളുടെ പുറകെ നടക്കും. ഓക്കെ, അതെ, പോലീസുകാരാവുമ്പോ കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. നോക്കിക്കോളൂ. സാവധാൻ, വിശ്രം, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട്. കാണിക്കൂ. മതി 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 മതി. നമുക്ക് ഇത് വേണ്ട, ഇത് വേണ്ട. അതെ, നമുക്കിനി ഉന്നം നോക്കാൻ പഠിക്കാം. ഓക്കെ സാർ. ഓക്കെ. ഉന്നം നോക്കാൻ ദേ ഇങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കൂ എല്ലാവരും. ദേ ഇങ്ങനെ ഒരു കണ്ണ്, ദേ ഇങ്ങനെ കാണിക്കൂ. എല്ലാവരും കാണിക്കൂ. ഒന്നുകൂടെ കാണിക്കൂ. ഒന്നുകൂടെ കാണിക്കൂ. സാർ ഒന്നുകൂടെ കാണിക്കൂ. ഇനിയും കാണിക്കൂ. മതി 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 മതി. വരൂ. വരൂ വരൂ വരൂ. ഞാനാണോ സാർ? വരൂ. ആ റൗണ്ടിൽ നോക്കൂ. ആ ചെറിയ റൗണ്ട് പിടിക്കൂ. എന്നെ അല്ല, തോക്ക് പിടിക്കൂ. എയിം എയിം എയിം. ഒന്നുകൂടെ നോക്കി സാർ. എയിം. പിടിച്ചു സാർ. ട്രിഗർ. ട്രിഗർ ആണ് സാർ. ട്രിഗർ. ബെസ്റ്റ് ഉന്നം. താങ്ക് യു സാർ.
അതായത് തോക്കിങ്ങനെ പിടിച്ചിട്ട് ബാക്കിലോട്ട്. താനിവിടെ ഉണ്ടായിരുന്നോ? അല്ല, സാർ അവിടെ ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ട്. സാർ ഇവിടെ സാറെങ്ങനെ അവിടെ ഉണ്ടാവണം? ഞാൻ ഇവിടെ ഉണ്ടോന്ന് അവിടെ പോയി നോക്കിയിട്ട് വന്നിരിക്കാം മണ്ടൻ. ഞാൻ ഇവിടെ ഉണ്ടോന്ന് അവിടെ പോയി നോക്കിയിട്ട് വന്നിരിക്കല്ലേ. ആ താൻ പോയി ആ 412 413 കൂട്ടിക്കൊണ്ടുവാ. ചെല്ലു 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 ചെല്ലു. നമുക്ക് പിന്നെ നോക്കാം. 415 412 412. നോക്കിയേ നോക്കിയേ, ഞാൻ പറഞ്ഞ് 412 413 കൂട്ടിക്കൊണ്ടുവരാ. അതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. മണ്ടൻ. ഓക്കെ 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 ഓക്കെ. അതെ, നിങ്ങളെ ഇനി ഞാൻ ട്രാഫിക്കിലേക്കാണ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്. ട്രാഫിക്. അപ്പൊ ട്രാഫിക്കിലേക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ശരി സാർ. ട്രാഫിക്കിലേക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരൂ. മിസ് കുമാരി. മിസ് കുമാരി റോഡിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, റോഡിന്റെ നടുക്ക് 4 സൈഡിൽ നിന്ന്, ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഒരേ സമയം 4 വാഹനങ്ങൾ വരികയാണ്. മിസ് കുമാരി എന്ത് ചെയ്യും? ഞാൻ ഓടി രക്ഷപ്പെടും സാർ. ഓടി രക്ഷപ്പെടുകയോ? ഒരു വനിതാ കോൺസ്റ്റബിൾ സാർ, എനിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ സാറ് സമാധാനം പറയൂ. ഓടി രക്ഷപ്പെടാൻ പാടില്ല. അതെ, സ്റ്റോപ്പ് എന്നൊരു ബോർഡ് കൈ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? അത് കാണിച്ചിങ്ങനെ വണ്ടി നിർത്തണം. ഫോർ എക്സാമ്പിൾ, തോക്കൊന്ന് പിടിച്ചേ, നോക്കിയോളൂ. ഞാനൊരു ഹെവി വെഹിക്കിൾ ആണെന്ന് സങ്കല്പിക്കും. ശരി. ഞാനിതാ ചീറിപ്പാഞ്ഞു വരുന്നു. എന്നെ തടഞ്ഞു നിർത്തൂ. എന്റെ അമ്മ, എന്ത് പറ്റി സാറേ? ബ്രേക്ക് കിട്ടിയില്ല. എന്റെ അമ്മോ. ഓക്കെ, ഇനി സിഗ്നൽസ്. ഈ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ധാരാളം സിഗ്നൽസ് ഉണ്ട്. ഈ കവലകൾക്കുണ്ട്, ഹോസ്പിറ്റലിനുണ്ട്, സ്കൂളിനുണ്ട്, ബമ്പിനുണ്ട്, ഹമ്പിനുണ്ട്, അങ്ങനെ ധാരാളം സിഗ്നൽസ് ഉണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് കുറച്ച് സിഗ്നൽസ് നമ്മൾ പഠിച്ചാൽ മതി. ട്രാഫിക്കിൽ അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, ആ സ്റ്റോപ്പിംഗ് വരൂ. അതായത് വാഹനങ്ങൾ വരുന്നു. ചില വാഹനങ്ങൾ ഇവിടെ നിന്ന് വരുന്നു, ചില വാഹനങ്ങൾ അവിടെ നിന്ന് വരുന്നു, ചിലത് ക്രോസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ ഇങ്ങനെ സ്റ്റോപ്പ്. ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങളെ ഇങ്ങനെ സ്റ്റോപ്പ്. ഈ സ്റ്റോപ്പ് ഇങ്ങനെ കാണിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ സ്ലോ ഡൗൺ ചെയ്യണം. സ്റ്റോപ്പ്. ഇവിടെ കാണിക്കുക, അത് വിടുക. അവിടെ കാണിക്കുക, ഇത് വിടുക. ഇവിടെ കാണിക്കുക, അത് വിടുക. ഇവിടെ കാണിക്കുക, ഇത് വിടുക. ഇതിങ്ങനെ ദിവസം മുഴുവൻ കണ്ടിന്യൂ ചെയ്യുക. പിടിക്ക്. പിടിച്ചു. എങ്ങനെയുണ്ട് സാർ? കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാണിക്കൂ. സ്ട്രോങ് ആയിട്ടല്ലേ? ഇതെന്താ സിനിമാറ്റിക് ഡാൻസ് കളിക്കുകയാണോ? അല്ല സാർ, ഒന്നുകൂടെ കാണിക്കൂ. ട്രൈ ചെയ്യൂ. ട്രാഫിക്കിന്റെ വിധി അല്ലേ? ബ്രേക്ക് ഡാൻസ് ആയോ? എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ട്രാഫിക്കില് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കാണിക്കും. മഹസർ എഴുതാൻ ഞാനുണ്ടല്ലോ. പാവം. കണ്ണാടി വലുതായി പോയോ? പോയിക്കോളൂ. എന്താ നിനക്ക് ഈ രീതി പോയ കാറ്റിന്റെ ആവശ്യമില്ല. അടിപൊളി. ഒറ്റ ചവിട്ടുകൂടിയാണല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെ കിടക്കുന്നത്? ഇറങ്ങി വണ്ടി ഒന്ന് പോയി തീർന്നിട്ട് അപ്പുറം പോകാൻ പറ്റില്ല. ഞാൻ
ഒന്നില്ലെങ്കിൽ താത്തിപ്പിടി അല്ലെങ്കിൽ പൊക്കിപ്പിടി. മുന്നോട്ട് വാ. ആൾക്കാർക്കും വേണ്ടേ? വാ, വാ. ആ ഹലോ മാഡം, ഈ സ്റ്റോപ്പ് ബോർഡ് ഇങ്ങനെ കാണിച്ച് വിളിച്ചാൽ ജീവനെ കൊതിയുള്ള ആരെങ്കിലും വരുമോ? ഒന്നില്ലെങ്കിൽ താത്തിപ്പിടി അല്ലെങ്കിൽ ഇത് പൊക്കിപ്പിടി. അയ്യോ, പോട്ടെ പോട്ടെ. സോറി, മാറിപ്പോയതാ. പോകട്ടെ പോകട്ടെ. ഓക്കെ. പോകോളൂ പോകോളൂ. പോട്ടെ പോട്ടെ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. പോകട്ടെ പോകട്ടെ. ബുക്കും പേപ്പർ എടുക്ക. ഇല്ല മാഡം. ഇല്ലേ? ലൈസൻസ്? അതുമില്ല. അതുമില്ല. ഇൻഷുറൻസ്? അതുമില്ല മാഡം. ഓ, അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലേ 1000 രൂപ ഫൈൻ അടിച്ചിട്ട് പോയിക്കോ. ഓക്കെ തരാം. മാഡം സിനിമയിലാണ് വിളിച്ചിട്ടുണ്ടോ? ഞാനോ? അതെ, മേഡത്തെ കണ്ടാൽ കാവ്യമാധവനെന്ന് പറയൂ. സത്യമാണോ? അതെ മാഡം, അതേ കളറ്, അതേ ഫിഗർ, എന്താ ഒരു ഗ്ലാമർ. എന്റെ ഈശ്വര, ഇതിന് വേണ്ട. ഇൻഷുറൻസ് വേണ്ടെന്നേ. 1000 രൂപ പിഴ അടയ്ക്കണ്ടേ? വേണ്ട വേണ്ടെന്നേ. നോ പ്രോബ്ലം. ശരി മാഡം, ഓക്കെ. താങ്ക് യു മാഡം. പൊക്കോളൂന്നേ. ഇനി വന്നേ. 6 അടി 3 ഇഞ്ച് പൊക്കം, നിറം വെളുപ്പമല്ല കറുപ്പുമല്ല, ഇടത്തെ നെഞ്ചിന്റെ വലത്ത് ഭാഗത്ത് AK-47 നിന്നും ഏറ്റ വെടിയുണ്ടയുടെ പാട്, ഉഗ്രശേഷിയുള്ള ബോംബേറിൽ തകർന്ന വലത്തെ കണ്ണിന്റെ ഇടത്തെ അറ്റം, അത് മറയ്ക്കാൻ വെച്ചിരിക്കുന്ന അത്ര ശേഷിയില്ലാത്ത കൂളിംഗ് ഗ്ലാസ്, നീല ബനിയൻ, അതിന്റെ പുറത്ത് ചാരനിറത്തിലുള്ള ജാക്കറ്റ്, ചുരുക്കത്തിൽ ഒരു കൊടും ഭീകരന്റെ ലുക്ക്. അങ്ങനെ ഒരുത്തൻ ഒരു ബൈക്കിൽ ഇതൊഴി പോയോ? പോയി സാർ. പോയോ? എന്നിട്ട് സാർ, അയാൾ എന്നോട് പറയാ എനിക്ക് കാവ്യമാധവന്റെ സ്റ്റൈലാണെന്ന്. സത്യമാണോ സാർ? കാവ്യമാധവൻ അന്താരാഷ്ട്ര കൊടും ഭീകരൻ സാബു സലീമായിരുന്നു അത്. സാബു? അയാളുടെ ലേറ്റസ്റ്റ് വൈഫ് മോണിക്ക ലെവിൻസ്കിയെ പാലാരിവട്ടത്തുള്ള ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരുമ്പോൾ അതിസാഹസികമായി ചേസ് ചെയ്ത് പിടിക്കാൻ വരികയായിരുന്നു ഞാൻ. ജസ്റ്റ് മിസ്ഡ്. ഈശ്വരാ, എന്റെ പണി. സാർ സാർ പോവാനായിട്ടെന്താ കാവ്യമാധവൻ. അതെ, എന്നെ കണ്ടാൽ ആക്ച്വലി ഒരു മിനിറ്റ്. ആക്ച്വലി എന്നെ കണ്ടാൽ ഇപ്പോഴൊരു കാവ്യമാധവന്റെ പോലെയല്ലേ? കാവ്യമാധവനല്ല, കാലിക്കുട്ടിയുടെ പോലെ ഉണ്ട്. എത്ര പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തത്. ഞങ്ങളുടെ നേരത്തെ ചെയ്താ പോരായിരുന്നില്ലേ? ഇതൊക്കെ സമയോടാ. यस आमना, क्वेश्चन नंबर 4. ഉത്തരം കിട്ടി മീൻചാർ. आचार नहीं,
നാലാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറഞ്ഞത്. സാറിന്റെ ചോദ്യമാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ചോറിൽ വെച്ച് കഴിക്കാമല്ലോ. ആ പറയൂ ചോദിക്ക്. ये ചോദ്യം 10 लाख रुपया का है. 10 ലക്ഷം രൂപ. പടച്ചോനെ, 10 ലക്ഷം രൂപയുണ്ടാ? യെസ്. ഡ്രൈവിംഗ് അറിയാത്ത ഡ്രൈവർ ആര്? ഇതൊരു പണ്ടാരടങ്ങിയ ചോദ്യമായി പോയല്ലോ ഇത്. ഈ ചോദ്യത്തിന്, അതായത് ഇനി മുതലുള്ള ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഉത്തരം കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ പൈസയും പോകും. പടച്ചോനെ, ചാങ്കിയെ കുത്തുന്ന വർത്താനം പറയല്ലേ എന്റെ അമിതാഭ് ബച്ച. ഡ്രൈവറില്ലാത്ത ഡ്രൈവറാ? അതാരാണത്? ജൽദി. എന്റെ പൊന്ന് വെച്ചോനെ, നിക്കണ എന്റെ കെട്ടിയോൻ പണ്ട് സ്കൂട്ടർ ഓടിച്ച് സ്ക്രൂ ഡ്രൈവർ ആയ കഥ ഞമ്മക്കറിയാവുള്ളൂ. 4 ആഴ്ച ആശുപത്രിയിലും. എന്തിന്റെ ഡ്രൈവറാണെന്നാ പറഞ്ഞു? സ്കൂട്ടർ ഡ്രൈവർ. यस कंप्यूटर जी, ताता बोलते हैं स्क्रू ड्राइवर. यस, आपका जवाब बिल्कुल सही आंसर है. I mean, आपका उत्तर सही है. നിങ്ങൾക്ക് ലഭിക്കുന്നു 10 lakhs rupees. അല്ലോ പടച്ചോന്, 10 ലക്ഷം രൂപ ഇതുള്ളതാണോ മോനെ ഇത്? അല്ലോ आमना ताता उठ जाइए. നമ്മുടെ ആമിന. അല്ലാ, उठ जाइए. നമ്മുടെ ए दादा, हाँ. നമ്മുടെ ആമിന താത്ത ബോധവതിയായിരിക്കുന്നു. ആമിന താത്തക്ക് ഒരു നല്ല കയ്യടി കൊടുക്കൂ. ഞമ്മക്ക് 10 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ നേരാണ്. യെസ്, आप हमारा प्रोड्यूसर 10 ലക്ഷം രൂപ ആമിനക്ക് തരാൻ വേണ്ടി വരുന്നു. प्रोड्यूसर को मिलेगा एक बहुत बड़ा ताली. ആമിന, എന്താണ് അമിതാഭ് ബച്ച? ഒരു കാര്യം ചോദിക്കട്ടെ. ആമിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം സ്റ്റാർ ആരാണ്? പറയട്ടെ. ആരാണ്? അമിതാഭ് ബച്ചൻ. സച്ചി. പിന്നെ അല്ലാണ്ട് ആരാ? താങ്ക് യു ആമിന ജി. മലയാളത്തിൽ ആരെയാണ് ഇഷ്ടം? മലയാളത്തിൽ പിന്നെ ചോദിക്കാറുണ്ട്, മമ്മൂട്ടി. യെസ്, വെൽക്കം ബാക്ക് ടു कौन बनेगा करोड़पति का ये शो पे. नेक्स्ट 25 लाख रुपया का ചോദ്യം है. ബജ്ജിയൊന്നും വേണ്ട, ബജ്ജിയൊന്നും വേണ്ട. ബജ്ജി नहीं, 25 ലക്ഷം രൂപ. അത് കൊള്ളാം. എളുപ്പമുള്ള ചോദിക്കണം കേട്ടാ. യെസ്, എളുപ്പമുള്ളത് ചോദിക്കാം. ഈസി ക്വസ്റ്റ്യൻ. നടക്കുന്ന പന ഏത്? അല്ല, ഇതൊരു ആദ്യം അടങ്ങാറ് പിന്നെയും വരുവാണല്ലോ. ഒരു കാര്യം ഓർക്കണം, ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കിട്ടിയ പൈസ മുഴുവൻ തിരിച്ചു തരേണ്ടി വരും. അല്ല, തന്ന പൈസ മുഴുവൻ തിരിച്ചു തരേണ്ടി വരുമോ? മനുഷ്യനെ അറിയാമെങ്കിൽ പറയേ. നീ തന്നെ പറഞ്ഞോ? അല്ലെങ്കിൽ കിട്ടിയ പൈസ മുഴുവൻ കൊടുക്കേണ്ട വരുമെന്ന് പറയൂ. നടക്കുന്ന പന. ആരോടെങ്കിലും ചോദിച്ചിട്ടായാലും പറയും. നടക്കണ പനിയാ. പനങ്ങളിൽ പിടിച്ചാൽ മനുഷ്യനക്ക് നടക്കാൻ പറ്റൂലെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ ഉത്തരത്തിന് എന്ത് ചെയ്യും മോനെ? ഇനി എല്ലാം പടച്ചോന്റെ കൽപ്പന പോലെ നടക്കട്ടെ. यस, आप क्या बोला? कल्पना. कंप्यूटर जी, ताता बोलता है कल्पना. कल्पना इज द करेक्ट आंसर. आपको मिल जाएगा 25 लाख. बड़ी सर जी, चेक देने के लिए जरा आइए. ഇങ്ങനെ കളസം ഇന്ത്യൻ ടൈയൊക്കെ പോയപ്പോ നല്ല വൃത്തിയായി. ഇനിയും വൃത്തി വരും. ഹലോ, ലാൻസർ കമ്പനിയല്ലേ? എന്റെ പേര് ബീരാൻ. ഞമ്മക്കൊരു കാറ് വേണം, നല്ല പച്ച കളറിൽ. റെഡി കാശി. ഓക്കെ, ഇന്ന് തന്നെ ആളെ വിട്ടേക്കാം. മുണ്ടാണ്ടിരിക്ക കമ്പ്യൂട്ടറെ. അല്ല വെച്ചോന്, നിങ്ങൾക്ക് ഈ പൈസ മുഴുവൻ എവിടുന്നാ കിട്ടണേ? ഫ്രം മാർക്കറ്റിംഗ്. അത് ശരി, പറ്റിപ്പാടല്ല പണി. നോ, പറ്റിപ്പോ. അതെന്താ? അല്ല, ഇന്നാള് മാർക്കറ്റിംഗ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ അവിടെ പറ്റിപ്പോയിട്ട് പറഞ്ഞേ. Then what happened? നമ്മളെ പോലീസുകാരൻ പാപ്പിക്കൊക്കെ എന്ത് ഇടങ്ങേറായി പോയി അവനെ കൊണ്ട്.
ദൈവമേ, പോലീസ് പണി പോയതിനു ശേഷം ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലിയാ. ഇവിടെയെങ്കിലും എനിക്കിട്ട് പാര വയ്ക്കല്ലേ. കോളിംഗ് ബെല്ലില്ലേ? കുറ്റിയിട്ടിട്ടില്ലേ? ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? സാർ ഇവിടെ? അത് പിന്നെ ഞാൻ ഈ പോലീസിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തു. ഞാനിപ്പോ ഈ ലാൽകോ കമ്പനിയുടെ ഇവിടുത്തെ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അതാ കൂടുതൽ പ്രോഫിറ്റബിൾ. എടി, ഇതാരാ വന്നേക്കണെന്ന് നോക്കിയേ. ഒരു കസര ഇങ്ങടുത്തേ. നമുക്ക് പുറത്തേക്ക് ഇരിക്കാം. എടി പ്രിയേ, ഒരു കസര കേട്ടാ. അയ്യോ, സാറായിരുന്നോ? നീ പോയി കസര അയ്യോ, സാറിനെ കണ്ടപ്പോ അവളുടെ കണ്ണ് തള്ളിപ്പോയി. പ്രതീക്ഷിച്ചില്ലേ? അങ്ങനെ താഴെ താങ്ങോട്ട്. എനിക്ക് SI ആയിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പോ ഈ കോൺസ്റ്റബിളെ ഞാനങ്ങ് കെട്ടി. എനിക്കും ജീവിക്കണ്ടേ? എന്നാ ഒരു പണി നിങ്ങൾക്കിട്ട് തന്നെ ഇരിക്കട്ടെ. യെസ്, ഞങ്ങളുടെ ലാൽകോ കമ്പനിയുടെ ഏറ്റവും പുതിയ സ്കീം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ വെറും 5500 രൂപ മുടക്കുന്നു. 2 ഏക്കർ സ്ഥലമാണ് കമ്പനി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അയ്യോ, അതെങ്ങനെയാ സാറേ? അതാണ് ഈ ലാൽകോ കമ്പനിയുടെ പ്രത്യേകത. വെറുതെ ഇരിക്കുകയല്ലേ? ഈ കൃഷിയിൽ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോന്നോ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരല്ലേ. എങ്കിൽ പിന്നെ നിങ്ങൾ ഈ ബിസിനസ്സിൽ 100% വിജയിക്കും. ഗ്യാരണ്ടിയാണ്. അതായത് ആദ്യമായി ഒരു 5500 രൂപ, വെറും 5500 രൂപ അടച്ച് നിങ്ങൾ ഈ സ്കീമിൽ ചേരുന്നു. കമ്പനി നിങ്ങൾക്ക് 1000 ചെമ്മീൻ കുഞ്ഞുങ്ങളെ തരുന്നു. ചെമ്മീൻ കുഞ്ഞുങ്ങൾ? അതെ, വെറും 1000 ചെമ്മീൻ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ആ 1000 ചെമ്മീൻ കുഞ്ഞുങ്ങളെ വളർത്താൻ 5 സെന്റ് സ്ഥലവും കമ്പനി നിങ്ങൾക്ക് തരുന്നു. 1000 ചെമ്മീൻ കുഞ്ഞുങ്ങളെ വളർത്താൻ 5 സെന്റ് സ്ഥലം പോരെ? പോരെ? അല്ല, അത് പോരെ സാറേ. പോരാ. അതുകൊണ്ടാണല്ലോ കമ്പനി നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 10 സെന്റ് സ്ഥലം കിട്ടുമോ? അയ്യോ, കിട്ടൂ. അങ്ങനെ വെറും 5 വർഷം കഴിയുമ്പോൾ 2 ഏക്കർ സ്ഥലവും 10 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളും നിങ്ങളുടേതാവുന്നു. എത്ര രൂപയാണെന്ന് പറഞ്ഞേ? വെറും 5500 രൂപ മാത്രം. 5500 ഓൺലി. അയ്യോ ചേട്ടാ, ഉഗ്ര സ്കീമാ. നമുക്ക് ചേരാം ചേട്ടാ. അതിന് കാശ് വേണ്ടി. കൈക്കൂലി വാങ്ങിച്ച കാശൊക്കെ ഇരിപ്പുണ്ടാവും. ചേട്ടാ, ഉരുട്ടാതിരിക്കാൻ വേണ്ടി മേടിച്ച കാശ് അതെടുത്തോണ്ട് വരാം. ഇപ്പൊ എടുത്തോണ്ട് വരാവേ. ഇപ്പൊ അയ്യോ, ലേഡീസ് ആയ ഇങ്ങനെ വേണം. ഇവിടെ പോലെ. ഫോർ എക്സാമ്പിൾ, ഞാനിതിന്റെ ഒരു ഡയഗ്രാം കാണിച്ചു തരാം. ആദ്യ വർഷം ഈ ഒരു 1000 ചെമ്മീൻ കുഞ്ഞുങ്ങൾ. രണ്ടാമത്തെ വർഷം നോക്കിക്കോ, 10000 ചെമ്മീൻ കുഞ്ഞുങ്ങൾ. അത് 50000. പിന്നെ 2 ഏക്കർ, അത് പിന്നെ 4 ഏക്കർ, 8 ഏക്കർ. അതിങ്ങനെ സ്ഥലത്തിന്റെ കാര്യം. ഈ ചെമ്മീനിന്റെ കാര്യം 1000, അത് 10000. ഇങ്ങോട്ട് നോക്കിയേ, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 2 കോടി, 3. ഇങ്ങനെ കാശ് വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ 1 2 കറക്റ്റാ. ഞാൻ പിന്നെ ഫോം കൊണ്ടുവന്നു. ഇവിടെ ഒപ്പിട്ടു. രണ്ടുപേരും ഈശ്വര, ആ പണി ഏറ്റു. ഒപ്പിട്ട് കഴിഞ്ഞോ? ഓക്കെ. അങ്ങനെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള 2 ഏക്കർ സ്ഥലവും 10 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളും നിങ്ങളുടേതായി കഴിഞ്ഞു. നമ്മുടെ ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ ആടി. തൊട്ടടുത്തുള്ള സ്ഥലം ഉദ്ദേശിച്ചത്? അതടുത്തുള്ള സ്ഥലം തന്നെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്ഥലം. ഞങ്ങൾ തൊട്ടടുത്ത് പറയുന്ന സ്ഥലമല്ലേ? അതെ.
അതിന്റെ അപ്പുറത്ത് പറയുമ്പോ അതിന്റെ അപ്പുറത്തെന്ന് പറയുമ്പോ അതെ അത് തന്നെ. ഏത്? അല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് അത് തന്നെ. അത് കടലല്ലേ? എടി അതൊന്നും പറയാൻ പോലെ 10 ലക്ഷം കുഞ്ഞുങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. 10 ലക്ഷം അത് പിന്നെ 10 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങൾ പെറ്റി വരുമ്പോ കരയെ കൊണ്ട് വളർത്താൻ പറ്റും, കടലല്ലേ വളർത്താൻ പറ്റൂ, അല്ലേ അല്ലേ? എന്റെ 5500 രൂപ പോയല്ലോ. കമ്പ്യൂട്ടറിന്റെ കാര്യം. ആപ്കാ ഘർ മേ ആദ്യമായിട്ടാണ് ഒരാൾ ടിവിയിൽ വരുന്നത്? അല്ലല്ല, നമ്മുടെ കെട്ടിയോന്റെ സ്വന്തത്തിലൊരു പെണ്ണുണ്ട്. അവക്കടെ പേര് പൗസിയ. അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു, ബട്ടായി പോയേ. അപ്പൊ ആളുകൾ ഓർത്ത് അവളുടെ ജീവിതം പോക്കായിന്ന്. എന്നിട്ട് എന്ത് പറ്റി? ബട്ട് പിടിച്ചതിന്റെ പിറ്റേ ദിവസം അവക്ക് ടിവിയിൽ ജോലി കിട്ടി, അവതാരികയായിട്ട്. വേഷം കണ്ട അവിസാരികയായിട്ടേ തോന്നുള്ളൂ. അവള് വന്നിട്ട് ഒരൊറ്റ ചോദ്യമാണ്, വെടിക്കെട്ട് കിടത്തണ്ടേ? എവിടെയാ വെടിക്കെട്ട് കിടത്തണ്ടേ? ആരുടെ അടുത്താ വെടിക്കെട്ട് കിടത്തണ്ടേ? ഒറ്റ ചോദ്യാണ്. വെടിക്കെട്ട്. ഓ വെടിക്കെട്ട് ഡെഡിക്കേറ്റ്. ആ അത് തന്നെ. മുണ്ടാണ്ടിന്റെ ചെയ്താന് നമ്മുടെ കോന്തശേരം പോകൂടാ. ഒടുക്കത്തെ കരച്ചില്ല, ചീവീട് കരയണായി. എന്റെ പൊന്ന അമീത് മച്ചാനെ, ഈ കിടാങ്ങളെ കൊണ്ട് തോറ്റു. ആ വട്ടാവണ്ടിരിക്കണ എങ്ങനെയാ? ഈങ്കടെ കാര്യം അതുപോലെയല്ലേ, എല്ലാം കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. അവസാനം നമ്മളും ടി വിയിൽ അഭിസാരികയായിട്ട്. എന്ത് പറഞ്ഞാലും നീ നന്നാവൂല മോനെ, നിന്ന് ചിണുങ്ങാതെ ഒന്ന് സ്കൂളിൽ പോടാ മോനെ. 3-ാം ക്ലാസ്സിൽ മക്കാർ അവൻ 3 കൊല്ലം തോറ്റു. 6-ാം ക്ലാസ്സിൽ ബക്കർ അവൻ 6 കൊല്ലം തോറ്റു. ഗുരുതം കെട്ട പിള്ളേരെ കൊണ്ട് ഞാനും തോറ്റു, നാട്ടാരും തോറ്റു, പടച്ചോനും തോറ്റു. അല്ലോ എന്ത് പറഞ്ഞാലും നീ നന്നാവൂല മോനെ, നിന്ന് ചിണുങ്ങാതെ ഒന്ന് സ്കൂളിൽ പോടാ മോനെ. ടീച്ചർക്ക് പാരവെക്കും, കാണുന്ന നേരം ടീച്ചർ കൈ കൊടുക്കും. മാസ്റ്ററുടെ സൈക്കിളിന്റെ കാറ്റ വരഴിച്ചു വിടും. മാസ്റ്റർ പിന്നെ സൈക്കിൾ തള്ളിക്കൊണ്ട് നടക്കും. മുമ്പിലുള്ള കുട്ടീനെ പുറകിൽ നിന്ന് തോണ്ടും. കുട്ടികള് പിന്നെ തമ്മിൽ തല്ലാകും. സ്കൂളിലൊന്ന് ചെന്നാൽ പാലും മുട്ടയും കിട്ടും. പരീക്ഷക്ക് ചെന്നാൽ മുട്ടയും കിട്ടിയിടും. കിട്ടിയ മുട്ട തലയിലേറ്റി വീട്ടിൽ വരും. പഠിക്കത്തില്ല കുരുത്തം കെട്ട പുള്ളങ്ങളെല്ലാം. എന്ത് പറഞ്ഞാലും നീ നന്നാവൂല മോനെ, നിന്ന് ചിണുങ്ങാതെ ഒന്ന് സ്കൂളിൽ പോടാ മോനെ.
പറമ്പിൽ നിൽപ്പാകും പന്തൊന്നടിച്ച് അവൻ നാട് കടത്തിയിടും പന്തിൻ്റെ പിന്നാലെ നാട്ടാരും വന്നിടും മടലും കൊണ്ടോടും ഇക്ക പിന്നാലോടും ഇവരെ കൊണ്ട് നാട്ടാക്കെന്നും തൊന്തരവ് ഇക്കാക്കിന്നുറപ്പാ ചീത്ത മൊത്തം കേക്കാ ഉള്ളങ്കാളെ കൊണ്ട് ഇക്ക മുടിഞ്ഞല്ലോ അയലത്തെ വീട്ടിലെ കുഞ്ഞപ്പൻ ചേട്ടൻ പോകുന്ന നേരം കുഴി കുഴിച്ചവർ നോക്കിയിരുന്നു കുഞ്ഞപ്പൻ ദേവീണു എന്ത് പറഞ്ഞാലും നീ നന്നാവൂല മോനെ നിന്ന് ചിണങ്ങാതെ ഒന്ന് സ്കൂളിൽ പോടാ മോനെ 3ാം ക്ലാസ്സിൽ മക്കാൻ അവൻ 3 കൊല്ലം തോറ്റു 6ാം ക്ലാസ്സിൽ ബക്കർ അവൻ 6 കൊല്ലം തോറ്റു പൊരുത്തം കെട്ട പിള്ളേരെയും കൊണ്ട് ഞാനും തോറ്റു നാട്ടാരും തോറ്റു പടച്ചോനും തോറ്റു അല്ലോ എന്ത് പറഞ്ഞാലും നീ നന്നാവൂല മോനെ ഇന്ന് ചിണുങ്ങാതെ ഒന്ന് സ്കൂളിൽ പോടാ മോനെ പാവം മാമിന. ആ ഓക്കെ, അടുത്ത നമുക്ക് 50 lakhs റുപ്പീസിന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. 50 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ആ അത് ചോദിക്ക്, പൈസ കിട്ടുന്ന ആരും ചോദിക്ക്. ദ ക്വസ്റ്റൻ ഈസ്, ഏറ്റവും മറപ്പുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഏത്? അറപ്പുള്ള വാക്ക. അയ്യേ. കറക്റ്റ്. എന്താ പറഞ്ഞു? അയ്യെന്ന്. അയ്യേ. യെസ് कंप्यूटर जी, उत्तर सही है. കൺഗ്രാജുലേഷൻസ് ആമിന, ആപ്കാ ഉത്തർ ബിൽക്കുൽ സഹി. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു 50 ലക്ഷം രൂപ. നമ്മുടെ വായിന്ന് എന്ത് പറഞ്ഞാലും ശരിയാണല്ലോ പഠിച്ചോനെ. അല്ലോ അല്ലോ. നിർത്ത്. क्या हुआ? आमना, उठ जाइए. आमना प्लीज. आमना. ആമിനക്ക് ബോധം വന്നിരിക്കുന്നു. നമ്മുടെ മത്സരം വീണ്ടും ആരംഭിക്കുന്നു. പടശോനെ, നമ്മുടെ നാവ് എന്തു പറഞ്ഞാലും ഉത്തരം ശരിയാണല്ലോ. പള്ള പടശോനെ. മക്കളെ, നമ്മളെ സമയം തെളിഞ്ഞടാ. ഹലോ, ഞമ്മ വീരാനാ. ആ ജംഗ്ഷനിൽ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ല, സെന്റിന് 2 ലക്ഷം രൂപയായിട്ട് ഞമ്മ എടുത്തേക്കണം. ഓക്കെ, അഡ്വാൻസ് കായായിട്ട് തരാം. പിന്നെ ആർക്കെങ്കിലും പലിശക്ക് കാശ് വേണമെന്നുണ്ടെങ്കിൽ പറയണം. തുള്ളട ചെയ്താങ്ങളെ. ഓക്കെ, നൗ ഐ ആം ഡബിൾ ഓക്കെ. ആ പ്രൊഡ്യൂസർ 50 lakh ചെക്കുമായിട്ട് ഇവിടെ വരും. പ്രൊഡ്യൂസർ ജി, ഇങ്ങോട്ട് ബാ 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 ബാഗർജി. എന്താണ് നടക്കാനൊക്കെ ഒരു വിഷമം? കൊണ്ടാ തികച്ച് ഏത് ക്ഷീണിച്ച് വരുവാണല്ലോ. ഇങ്ങനെ ഗ്ലാമറൊക്കെ പോയില്ലേ, എന്തു പറ്റി? പോയി കിടക്ക് എവിടെയെങ്കിലും വളഞ്ഞുകൂടി. ആമിന, യു ആർ വെരി ഇന്റലിജന്റ്. ബഹുത് ജാദു കർ ദിയ. എല്ലാ ഉത്തരവും ശരിയാവാൻ നിങ്ങൾ വല്ല മന്ത്രോ കൂടോത്രോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏയ്, ഈ മന്ത്രോ കൂടോത്രോ എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാ. ഈ കഴിഞ്ഞ ആഴ്ചയിലല്ലേ നമ്മുടെ വീടിനടുത്ത് 2 CD മന്ത്രവാദികളെ പൊക്കിയത്. ഓം സ്വാഹ, ഓം സ്വാഹ, ഓം സ്വാഹ, ഓം സ്വാഹ. ശിഷ്യ, എന്താ ശനെ? ഇതിലെ ബാധ ചാടിപ്പോയെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. സാരമില്ല ആശാനെ, നമുക്ക് വേറെ പിടിക്കണം. ഓം സ്വാഹ. അതെ ആശാനെ, ഈ കമ്പ്യൂട്ടറും വെച്ചോണ്ട് പഴയ മന്ത്രം ചൊല്ലിക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കാര്യം സ്വാഗതമായി പോകും. ശകല ഒച്ച എനക്കൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വരും. ഓക്കെ ശിഷ്യ. ഇതെന്താ സാധനം? എന്താ ആശാനെ ഇത്? പോരാ, നല്ല സാധനം, നാടൻ സാധനം വേണം.
എവിടുന്ന് വന്നു? വീട്ടിൽ വന്നു, എന്തിനു വന്നു? ഒഴിപ്പിക്കാൻ വന്നു. എന്തേ കാര്യം? ശിഷ്യ. ഓ ഇരിക്കെ ആശാൻ കോപിക്കും. ശിഷ്യ തുടങ്ങാം. ഞാൻ റെഡി. ഇതിൽ നിന്ന് ചാടിപ്പോയവനെ ഇതിൽ തന്നെ നമുക്ക് തളയ്ക്കാം. ഇന്റർനെറ്റായ നമഃ, ഇമെയിലായ നമഃ, ചാറ്റിംഗായ നമഃ. എന്താ சொல்ற? ശിഷ്യ നീ എന്നെ சொல்ற? ഞാൻ ഒന്നും ചൊല്ലറേ. ഞാൻ சொல்றேன், ഞാൻ தான் சொல்றேன். ഇത് തമിഴ് ഭാഷയാണെന്ന് തോന്നുന്നു. നീ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കാൻ നോക്കാം. കാര്യം ഞാൻ ഏറ്റു. ഓ പോടേ, ഓ പോടേ, അപ്പടി പോടേ. ആശാനെ ഇവൻ ഒഴിയത്തില്ലെന്നാ പറയുന്നത്. ആണോ? എന്നാ നമ്മുടെ സ്ഥിരം പരിപാടി കൊടുത്തേക്കാം. ഏതാ? അത് തന്നെ. അത് ശരി. വറുത്ത് വെച്ചിരിക്കേ, പൊരിച്ചു വെച്ചിരിക്കേ, വറുത്ത കോഴി മുളക് പോട്ട് പൊരിച്ചു വെച്ചിരിക്കേ, വറുത്ത് വെച്ചിരിക്കേ, പൊരിച്ചു വെച്ചിരിക്കേ, കോഴി പൊരിച്ചു വെച്ചിരിക്കേ, മുളക് പോട്ട് വറുത്ത കോഴി പൊരിച്ചു വെച്ചിരിക്കേ, എടുത്ത് വെച്ചിരിക്കേ, പൊരിച്ചു വെച്ചിരിക്കേ, മുളക് പോട്ട് എടുത്ത് വെച്ചിരിക്കേ, എടുത്ത് ഇവിടെ എടുത്ത് വെച്ചിരിക്കേ. ഇപ്പൊ തരാവേ ഞാൻ. ഒഴിപ്പിച്ചാശാനെ, ഒഴിപ്പിച്ചു. എങ്ങനെ ഒഴിപ്പിച്ചു? കീഴ്വേറ് നോക്കി ഒന്നും കൊടുത്തന്നേ, ചെറുതങ്ങ് ഒഴിച്ചു. ബാധയോ? ബാധയല്ല, മൂത്ര. ദേവന്റെ അടുത്ത ബാധ. നമസ്കാരം. ഇരിക്കൂ, ഇരിക്കൂ. അതെ, WW ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ചന്ദ്രമണ്ഡലവും നിയോജക മണ്ഡലവും ചേർന്ന് വരികയാൽ .com ദൈവങ്ങളുടെ കോപത്തിന് പാത്രമാകാൻ സാധ്യതയുണ്ട്. അല്ലേ ശിഷ്യ? എല്ലാം മോണിറ്ററി തെളിയുന്നുണ്ട്. തന്റെ മുഖത്ത് നോക്കി ഭാര്യയുടെ കൈരേഖ പറയട്ടെ. അതെങ്ങനെ പറ്റും? അത് അങ്ങനെ തന്നെ തന്റെ കവിളത്തുണ്ടല്ലോ. അതെ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ആശാനോട് പറയൂ. അതെ, എനിക്ക് 100 വർഷം വരെ ജീവിച്ചിരിക്കാൻ വല്ല മന്ത്രമുണ്ടോ? താൻ മദ്യപിക്കോ? ഇല്ല. സ്ത്രീ? ഇല്ല. പുകവലിക്കോ? ഇല്ലേ ഇല്ല. പിന്നെ എന്തിനാണോ താൻ 100 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്നത്? ബാധ ഒഴിപ്പിക്കാൻ വല്ലതും ഉണ്ടോടൂ? എന്ത് കൊടിയ ബാധ ഒഴിപ്പിക്കുവോ? ഒഴിപ്പിക്കുവോന്നോ? ഇതേവരെ ഒരേ ഒരു ബാധയെ ഒഴിപ്പിക്കാതിരുന്നിട്ടുള്ളൂ. എന്നിട്ട് എന്താ, KSRTCയുടെ മൂത്രപ്പുരയുടെ ഫ്രണ്ട് കൊണ്ടങ്ങ് നിർത്തി. ബാധ അപ്പൊ ഒഴിഞ്ഞു പോയി. അല്ലേ ആശാന്? അറിയോ? തന്റെ ബാധ ഒഴിപ്പിച്ച ഈ CD-യിലാക്കിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി നിങ്ങളുടെ വീടിന്റെ കിഴക്കുവശത്തെ മണ്ണിൽ കുഴിച്ചിട്ടുള്ളൂ. പിന്നെ ക്രാച്ച് വിടാൻ സൂക്ഷിക്കണം. അപ്പൊ പ്രസാദം? അത് ഇമെയിലായിട്ട് അയച്ചു തരും. എന്ത് കാശ്? അത് ഞാൻ ഇമെയിലായിട്ട് അയച്ചു തന്നോളാം. ആശാനെ കാശ് പെട്ടല്ലോടാ. ശിഷ്യ, നമ്മൾ ആ
കള്ളിയങ്കാട്ട് നീലിയെ ആവാഹിച്ച CD എവിടെയാണ് ഇരിക്കുന്നത്? ദേ ഇരിക്കുന്നു ആശാനെ. ആഹാ. ആശാനെ, അവൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആശാനെ, ഇത് നീലിയുടെ CD തന്നെയാ. പറ്റിക്കാൻ നോക്കുന്നോ? എന്നെ ആർക്കും വേണ്ടാത്തൊരു വീഡിയോ കാസറ്റൊക്കെ മാറ്റി ഞാൻ. ആശാനെ, അരുത്. അവളെ ഫംഗസ് പിടിപ്പിച്ച് നശിപ്പിക്കില്ല ആശാനെ. നീ വിട്ടരുത്. ആശാനെ, അവളെ കൊണ്ട് പോയത്. ഭ്രാന്തന്മാരെ, എന്റെ ആശുപത്രിയിൽ എന്റെ കമ്പ്യൂട്ടർ അടിച്ചു മാറ്റി കൂടുമാത്രം നടത്തുന്നുണ്ടോ? ഇവിടെ വരണടാ. ആമിന, എന്താ വെച്ചാ ഞാൻ ആമിനക്കെന്നെ നേരത്തെ അറിയൂ? പിന്നെ അറിയോന്നാ? നിങ്ങളുടെ ഷോലെന്ന് പറഞ്ഞ സിനിമ ഞാൻ 14 വർഷം കണ്ടിട്ടുണ്ടാവും ടിക്കറ്റ് എടുക്കാതെ. അന്ന് നിങ്ങളെ നമുക്ക് പെരുത്തി ഇഷ്ടായിരുന്നു. വട്ടാവണേന് മുമ്പ് ഇങ്ങനെ നമ്മുടെ തലയിലും വെച്ചു. നമ്മളാ ടൈപ്പ് ഒന്നുമല്ല. സുന്ദരി. സത്യ? സത്യം സത്യം, കറക്റ്റ്, 100% ഷുവർ. ഇങ്ങനെ നോക്കല്ലേ, ഒടുക്കാത്ത നോട്ടോ. मेरे अंगने में और मेरे अंगने में तुम्हारा क्या काम है? मेरे अंगने में तुम्हारा क्या काम है? जो है नाम वाला, अरे जो है नाम वाला वो ही तो बदनाम है। मेरे अंगने में तुम्हारा क्या काम है? जिसकी बीवी लंबी उसका भी बड़ा नाम है। जिसकी बीवी लंबी, हाँ जिसकी बीवी लंबी उसका भी बड़ा नाम है। कोठे से लगा दो, अरे कोठे से लगा दो, सीढ़ी का क्या काम है? कोठे से लगा दो, सीढ़ी का क्या काम है? मेरे अंगने में तुम्हारा क्या काम है? अरे जिसकी बीवी मोटी उसका भी बड़ा नाम है। जिसकी बीवी मोटी, हम मोटी, हम मोटी, हम मोटी मोटी मोटी, जिसकी बीवी मोटी उसका भी बड़ा नाम है। बिस्तर पे लेटा दो, अरे बिस्तर पे लेटा दो, गद्दे का क्या काम है? बिस्तर पे लेटा दो, गद्दे का क्या काम है? സ്വപ്നം കണ്ടല്ലേ? ഈ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ പോയില്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് നമ്മൾ മത്സരിച്ച് തോറ്റൂന്നേ. തോറ്റു? ആ, പഞ്ചായത്തിൽ വോട്ട് കൊടുത്തിട്ടിപ്പെന്തായി? വായി നോക്കി നടന്നൊരു പൂവലനിപ്പോ മെമ്പറായി.
10 പെമ്പിള്ളേരെ കണ്ട പിന്നാലെ കൂടി നടന്നവനാ ഇന്ന് നാടിന്റെ ഭാവി ഒരുക്കാൻ വന്നൊരു മെമ്പറല് നമ്മ വിവരക്കേടിൻ ദോഷം അല്ലേ അവന് കിട്ടോ വോട്ട് ഇന്ന് അടിച്ചു പൊളിച്ച് കളിച്ച് നടക്കും മെമ്പറിവൻ 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 ഈ പഞ്ചായത്തില് അന്ന് 10ാം ക്ലാസ്സിൽ 10 കൊല്ലമായി പഠിച്ചവനാ അവൻ ട്യൂഷന് പോയിട്ട് ടീച്ചറെ കയറി വളച്ചവനാ നല്ല ഓസിനും മേടിച്ച് കള്ളം കുടിച്ച് നടന്നവനാ ഉള്ള പെണ്ണുങ്ങൾക്കെല്ലാം എഴുത്തും കൊടുത്ത് നടന്നവനാ ഇന്ന് കറങ്ങി നടക്കാൻ കാറ് ഇപ്പൊ കുടുംബശ്രീയുടെ സ്റ്റാർ ഈ നാട്ടിൽ മുഴുവൻ ജോറ് നടക്കും മെമ്പറിവൻ 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 ഈ പഞ്ചായത്തില് നല്ല കൃഷിയെ കുറിച്ചു പഠിക്കാൻ അവൻ ഊട്ടിക്ക് പോയി നോക്കി തൊട്ടടുത്ത വാർഡിൻ വനിത ആ മെമ്പറെ കൂടെ കൂട്ടി നല്ല തണുതണുപ്പുള്ള റൂട്ട് നമ്പർ കിട്ടിയത് പോട്ടി കേൾക്കുന്നു ലേഡിക്ക് എന്തോ തൊന്തരവ് ഇത് ദഹനക്കേടാ പെണ്ണെ ഒട്ടും പേടിക്കേണ്ട കണ്ണെ നിന്റെ ലെവലില്ലാത്ത തീറ്റ കൊണ്ട് ഇത് ഗ്യാസ് ഈ പഞ്ചായത്തില് ഊട്ടിക്കഥ മൊത്തം ഫ്ലാഷായി പിന്നെ പഞ്ചായത്തിലെ മെമ്പേഴ്സ് രണ്ടാക്കും ജീവിതമായി അവർ പിടിച്ചു വാങ്ങണ കാശ് വേണം കമ്മീഷൻ കിട്ടണം പാവം പൊതുജനത്തിൻ പേരിൽ വീട് കെട്ടാൻ കാശ് വന്ന് ആ കാശടിച്ചു മാറ്റി ഒരു ഫ്ലാറ്റ് വാങ്ങി മെമ്പർ വേണ്ട ഫണ്ടൊക്കെ മുക്കി ഒതുക്കിയവൻ ഇന്ന് പാഞ്ഞു പോകാൻ ബെൻസ് പിന്നെ ദാഹം മാറ്റാൻ സ്കോച്ച് ഇത് കണ്ട് സഹിച്ച് നടക്കും ജനങ്ങൾ കഴുതകളോ ഈ പഞ്ചായത്തില് വോട്ട് കൊടുത്തിട്ട് ഇപ്പൊ എന്തായി വായി നോക്കി നടന്നൊരു പൂവാലനിപ്പോ മെമ്പറായി 10 പെമ്പിള്ളേരെ കണ്ട പിന്നാലെ കൂടി നടന്നവാനാ ഇന്ന് നാടിന്റെ ഭാവി ഒരുക്കാൻ വന്നൊരു മെമ്പറല് നമ്മ വിവരക്കേടിൻ ദോഷം അല്ലേ അവന് കിട്ടോ വോട്ട് ഇന്ന് അടിച്ചു പൊളിച്ച് കളിച്ച് നടക്കും മെമ്പറിവൻ ഈ പഞ്ചായത്തില് വോട്ട് കൊടുത്തിട്ട് ഇപ്പൊ എന്തായി വായി നോക്കി നടന്നൊരു പൂവാലനിപ്പോ മെമ്പറായി 10 പെമ്പിള്ളേരെ കണ്ട പിന്നാലെ കൂടി നടന്നവനാ ഇന്ന് നാടിന്റെ ഭാവി ഒരുക്കാൻ വന്നൊരു മെമ്പറല് वेलकम बैक टू कौन बनेगा करोड़पति का ये शो पे आमना नेक्स्ट 75 lakhs का क्वेश्चन है അല്ലാ വല്ല ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും യെസ് ഡോഗ് കുത്ത പട്ടി പട്ടികൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഏത് ചതിച്ചല്ല മോനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എ ഫ്രണ്ട് ഓപ്ഷൻ ഉപയോഗിക്കാം ഫോൺ എ ഫ്രണ്ടാ ഐ മീൻ ഫോൺ എ ഫ്രണ്ട് മീൻസ് നിങ്ങൾ ഒരു ജാനുവിന്റെ പേര് നമ്പർ തന്നിട്ടുണ്ട് ജാനുവിനെ വിളിച്ച് വേണമെങ്കിൽ ചോദിക്കാം ആ ജാനുവിനെ വിളിച്ചാൽ മതി യെസ് ജാനു मैं बच्चन बोल रहा हूँ മച്ചാനായിരുന്നോ മച്ചാൻ വർഗീസ് नहीं ബച്ചൻ അമിതാഭ് ബച്ചൻ നിങ്ങളുടെ സുഹൃത്ത് ആമിര താത്തക്ക് കൊടുക്കാം താത്ത
ഹലോ മീനു, ഞാനാ ജാമിന. അല്ല അല്ല ഞാ ഫോനും തിരിഞ്ഞു. ഹലോ, ഞാനാ ആമിന. ഞാൻ TV കണ്ടോണ്ടിരിക്കുക. ബ്ലൗസ് പിടിച്ച് ഒളുങ്ങിയിരിക്കാണല്ലോ. അത് ചുളിവല്ലാതെ അത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാ. അതെ, ഞാന് ഒരു കാര്യം അറിയാനാ വിളിച്ചതാ. ഒരു കാര്യം അറിഞ്ഞോ? ഇല്ല. ഈ നാട്ടിലെ വിശേഷം, ഇവിടെ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. അതാരാ? അവരാണ് കൊച്ചുണ്ണി അവന്റെ ശിങ്കടി ഇത്തിക്കരപ്പറ്റി. അവരുടെ കാര്യം കേൾക്കേണ്ടത് തന്നെയാ. നീ പറയേ. കൊച്ചുണ്ണി കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണി 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 आमना जी, अब प्लीज बस 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 बस। ഹലോ अब बस करो। ഹലോ अब जरा बस। ഹലോ, കട്ടായി പോയില്ല. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പട്ടികൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് അക്ഷരം, അതല്ലേ ചോദ്യം? പട്ടികൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ലെറ്റർ. ഞങ്ങളുടെ നാട്ടില് പട്ടികൾക്ക് ഇംഗ്ലീഷ് ഒന്നും ഇഷ്ടമല്ല, നാടൻ പട്ടികളാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ പട്ടികൾക്ക് ആകെ ഇഷ്ടമുള്ള എല്ല. എല്ലേ? कंप्यूटर जी, दादा बोलता है यल. हाँ दादा, यल इज द करेक्ट आंसर. यू गॉट 75 lakhs rupees. പോലീസർച്ചി ഇങ്ങനെ വാങ്ങോട് വേഗം വരവ് കണ്ട ഇങ്ങടെ താങ്ങടെ. ഇങ്ങനെയിരിക്കും എന്ത് പറ്റി? അങ്ങനെ അവിഞ്ഞു പോയില്ല. ഒരാള് ബേറിന്റെ അടുക്കിട്ട് വലിച്ച പോലെ. എന്ത് പറ്റിടാ? എന്ത് വെച്ചാലും ഞമ്മക്കെന്താ ഇല്ല.
ഹലോ രാജപ്പോ, എന്താണ് വിശേഷം? പുലിയ നമ്മുടെ നാട്ടിലാ? എന്നിട്ട് ആർക്ക് എന്താണ് പറ്റിയത്? ദേശത്ത് ഞാനൊരു പുലിയെ കണ്ടളിയ, സുന്ദരിയായ സന്ധ്യയുടെ വീട്ടിൽ പുലിയെ കണ്ടളിയ. 10 മാസം പ്രായമുള്ളൊരു ആടിനെ തിന്നളിയ. ആടിന്റെ ചങ്കിലെ ചോര കുടിച്ചിട്ട് ഓടി ഒളിച്ചളിയ. ആ പുലി 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 പുലിയെ കണ്ടോടേ, പക്ഷെ ജീവനും കൊണ്ടോടി ആ പുലി പെശക. കണങ്കോട് ദേശത്ത് ഞാനൊരു പുലിയെ കണ്ടളിയ, സുന്ദരിയായ സന്ധ്യയുടെ വീട്ടിൽ പുലിയെ കണ്ടളിയ. കണ്ടപ്പോ പാപ്പച്ചൻ ചേട്ടൻ ജീവനും കൊണ്ട് ഓടിനേ. ഓടുന്ന ഓട്ടത്തിൽ പാപ്പച്ചൻ നിലതെറ്റി പൊട്ടക്കിണറ്റിൽ വീണേ. ഷാപ്പിന്റെ പിന്നിൽ കണ്ണാസി വെച്ചൊരു കള്ളും പുലി കുടിച്ചെന്നേ. കേടുപറ്റാതെ അവർ ചൂടാക്കി വച്ചൊരു ചിക്കനും കൂട്ടിക്കഴിച്ചെന്നേ. സന്ധ്യയുടെ കെട്ടിയോൻ മുറ്റത്തിറങ്ങുമ്പം പുലിയിരിക്കുന്നു. പഞ്ചേട്ടനെ കണ്ടൊരു പുലിയും ഓടി മറയുന്നു. ഓടുന്ന ഓട്ടത്തിൽ പുള്ളിപ്പുലിയ വേലി പൊളിച്ചെന്നേ. വേലിക്കിരുന്നൊരു വടക്കലെ വക്കച്ചൻ പേടിച്ചാലറിയെന്നേ. കണ്ണങ്കോട് ദേശത്ത് ഞാനൊരു പുലിയെ കണ്ടളിയ, സത്യം സുന്ദരിയായ സന്ധ്യയുടെ വീട്ടിൽ പുലിയെ കണ്ടളിയ കണ്ടളിയ. കൊല്ലുവാൻ ദൂരത്ത് നിന്നൊരു ശിക്കാരി ശംഭുവും വന്നുവെന്നേ. മണ്ടത്തരത്തിൻ ചുക്കാൻ പിടിക്കുന്ന ശംഭുവിന്റെ കൂടെ നാട്ടുകാരും. മറഞ്ഞിരുന്നൊര ശിക്കാരി ശംഭുവിനെ പുള്ളിപ്പുലി വന്ന് തോണ്ടീന്നേ. തിരിഞ്ഞു നോക്കിയ ശിക്കാരി ശംഭുവിന്റെ കൺട്രോളാകെ പോയെന്നേ. ശിക്കാരി ശംഭുവിന് ടാറ്റ കൊടുത്തിട്ട് പുലി മറഞ്ഞെന്നേ. വേഷം അടിച്ചിട്ട് സന്ധ്യയുടെ വീട്ടിൽ പുലി കയറിന്നേ. ഓടിച്ചെന്ന് ശിക്കാരി ശംഭുവും വേഷമെടുത്തന്നേ. വേഷമെടുത്തിട്ട് ശിക്കാരി ശംഭു ചെത്തി നടന്നേ. പുലിയെ കൊല്ലാൻ നാട്ടാര് വന്നപ്പോ പുലി നടക്കുന്നു. ഓടിച്ചെന്ന് പുലിയുടെ ചെള്ളക്ക് ആഞ്ഞടിക്കുന്നു. തട്ട് കിട്ടിയ പുള്ളിപ്പുലിയും വട്ടം കറങ്ങുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ ആകെ ഗതികേടാ. അയ്യോ പുലി പുലിയല്ല ഞാൻ, ശിക്കാരി ശംഭുവാണേ. എന്നെ ഇനിയും തല്ലല്ലേ, എന്റെ ജീവിതം കൊഞ്ഞാട്ടയായി.
അടുത്തത് 1 crore rupees का क्वेश्चन है. അല്ലാ പടച്ചോനെ. You are in tension. ടെൻഷനൊന്നുമില്ല. എളുപ്പമല്ല ചോദിച്ചാൽ ഒരു ടെൻഷനും ഇല്ല. പക്ഷെ ഇംഗ്ലീഷ് അക്ഷരം ഇനി ചോദിക്കരുത്, അതുമല്ല. ചോദിക്കില്ല. യെസ്. 1 crore rupees കിട്ടിയാൽ ആമിനാച്ചി എന്ത് ചെയ്യും? അത് പിന്നെ വേണ്ട വേണ്ട, കളി കാര്യാവേ. കമ്പ്യൂട്ടറിന് എന്തിന്റെ നെക്സ്റ്റ് മലയാള അക്ഷർ का क्वेश्चन है. കളിക്ക് മലയാളം. ഞാൻ ആശാൻ കടലിൽ പോയിട്ടുണ്ട് 3 കൊല്ലം. കരയുന്ന മലയാളം അക്ഷരം ഏത്? കരയുന്ന അക്ഷരത്തിന് കരയാൻ പറ്റുവാ? बोली. എന്ത് बोली? What is the കരയുന്ന മലയാളം അക്ഷരം ഓഫ് അക്ഷരമാല? ഞങ്ങള് പറഞ്ഞാ जरा सोचिए, दिमाग से सोचिए. കരയുന്ന അക്ഷരം ഏത്? बोली. Please hurry up. क्या बोला? आंसर इज करेक्ट. आपको मिलेगा 1 crore rupees. Congratulations, Miss Amina. താലിയ. എവിടെ പ്രൊഡ്യൂസർ എവിടെ? ഇങ്ങോട്ട് വാ, വേഗം വാ. ഇങ്ങോട്ട് വായി. പിച്ചക്കാരനെ പോലെയായി. നിർത്ത്. ആമിന പോയാ? പഠിച്ചോനെ ചതിച്ചല്ല. ഞമ്മള് കേൾവിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാണ്. കാറ്, ബംഗ്ലാവ്, മോട്ടോർ സൈക്കിൾ വരെ എല്ലാം പോയി. ആകെ ഉണ്ടായിരുന്ന ആമിനെ അവൻ അടിച്ചുകൊണ്ട് പോയി. അലാക്കിൻ്റെ അവിലും കഞ്ഞും കുടിച്ച പോലെയായി. നമ്മക്കിങ്ങനെ നടക്കാനാണല്ലോ മക്കളെ വിധി. മമ്മൂക്ക സൂപ്പർ സ്റ്റാർ മമ്മൂക്ക. മമ്മൂക്ക സൂപ്പർ സ്റ്റാർ മമ്മൂക്ക. സൂപ്പർ ഹിറ്റുകൾ ഒരുക്കി തന്നൊരു സ്റ്റൈലൻ മമ്മൂക്ക. എന്നും അടിപൊളി സ്റ്റൈലിലായി വരുന്നു മമ്മൂക്ക. ഫിഗറഡ മമ്മൂട്ടി എന്നും ഫിഗറഡ. മലയാളത്തിൻ താരങ്ങളിൽ സൂപ്പർ ഗ്ലാമറഡ. ഇന്ന് വേൾഡ് മൊത്തം ഫേമസ് അല്ലോ നമ്മുടെ മമ്മൂക്ക. എന്നും ബിസിയാവോ എന്നും ബിസിയാ മമ്മൂക്ക സൂപ്പർ സ്റ്റാർ മമ്മൂക്ക. സൂപ്പർ ഹിറ്റുകൾ ഒരുക്കി തന്നൊരു സ്റ്റൈലൻ മമ്മൂക്ക. എന്നും അടിപൊളി സ്റ്റൈലിലായി വരുന്നു മമ്മൂക്ക.
ഫിഗർ കണ്ട വിറക്കും വില്ലന്മാർ നല്ല അടിപൊളിയായി സ്റ്റണ്ട് ചെയ്യും നമ്മുടെ മമ്മൂക്ക അടിപൊളിയാ മച്ചാ